പൊതുയിടങ്ങളിൽ പിറകെ നടന്ന് കമൻ്റ് അടിക്കുന്ന, പിറകെ നടന്ന് ശല്യപ്പെടുത്തുന്ന പൂവാലന്മാരെ ഇപ്പോൾ മലയാള സിനിമയിൽ കാണാൻ കഴിയില്ല. അത്തരം തമാശകളുടെ കാലം കഴിഞ്ഞു എന്നുള്ളതും ഒരു വസ്തുതയാണ്. എന്നാൽ നിത്യജീവിതത്തിൽ കാര്യങ്ങൾ അങ്ങനെയല്ല. ഓരോ വർഷം കഴിയുന്തോറും പൂവാലന്മാരുടെ എണ്ണം കൂടുകയാണ് എന്നാണ് സർക്കാരിൻ്റെ തന്നെ കണക്ക്. ആദ്യം ആ കണക്കിലേക്ക്. നിയമസഭയിൽ സമർപ്പിച്ച സാമ്പത്തിക അവലോകന റിപ്പോർട്ടിലാണ് സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്ത പൂവാലൻ കേസുകളെക്കുറിച്ചുള്ള പരാമർശം. ഓരോ വർഷം കഴിയുമ്പോഴും കേസുകൾ ഉയരുന്നതായാണ് കണക്ക്. 2016 328, 2017 421, 2018 461 കേസുകളായിരുന്നു പൂവാല ശല്യത്തിൽ രജിസ്റ്റർ ചെയ്തത്. 2019 20 കേസുകൾ ചെറുതായി കുറഞ്ഞു. 2019 435, 20 442 കേസുകൾ. 2021 മുതൽ വീണ്ടും ഉയർന്നു. 2021 504, 2022 572, 2023 679 പൂവാലൻ കേസുകളുണ്ടായി. 7 വർഷം കൊണ്ട് ഇരട്ടിയിലധികം പൂവാലന്മാരാണ് പിടിയിലായത്. 2024 സെപ്റ്റംബർ വരെ 501 കേസുകളും പൂവാലന്മാർക്കെതിരെ പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്തു. സോഷ്യൽ മീഡിയയിലെ ശല്യക്കാരുടെ പുറത്താണ് ഈ പറഞ്ഞ പൂവാലന്മാരുടെ കണക്കുകളെല്ലാം. ഒരുപക്ഷെ പൊതു ഇടങ്ങളിൽ ശല്യപ്പെടുത്തുന്ന പൂവാലന്മാർക്കെതിരെ സ്ത്രീകൾ കൃത്യമായി പരാതി നൽകാൻ തയ്യാറാകുന്നു എന്നുള്ളതും ഈ കണക്കുകൾ ഉയരാൻ ഒരു കാരണമായിട്ടുണ്ട്.